കൊല്ലങ്കോടിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. കൊല്ലങ്കോട് എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടങ്ങളും മലനിരകളും നെൽപ്പാടങ്ങളും നിറഞ്ഞ സ്ഥലമാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ വേറെയും കാണാനുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്, വെള്ളരിമേട്. നമ്മൾ കൊല്ലങ്കോട്ട് നിന്ന് കാച്ചാംകുറിച്ചി അമ്പലം വഴി താഴോട്ട് വന്നാലാണ് വെള്ളരിമേട് കാണാൻ പറയുക. അപ്പോൾ വെള്ളരിമേട്ടിൻ്റെ മൊത്തം വ്യൂ, കൊല്ലങ്കോട്ടിൻ്റെ എല്ലാ വെള്ളച്ചാട്ടങ്ങളും സീതാർകുണ്ടും പലകപ്പാണ്ടിയും നിന്ന് തൂറ്റി അടക്കമുള്ള എല്ലാ വെള്ളച്ചാട്ടങ്ങളും കാണാൻ ഈ കുന്നിൻ്റെ മുകളിൽ വരണം. അപ്പോൾ ഇവിടെ വന്നാൽ വിശാലമായ, ശരിക്കും നമ്മുടെ ഈ പാലക്കാട് ചുരത്തിൻ്റെ ഒരു ഭാഗം വാളയാർ ആണ്, അട്ടപ്പാടി മലകൾ അപ്പുറത്താണ്. ഇത് പാലക്കാട് ചുരത്തിൻ്റെ അപ്പുറത്ത് പറമ്പിക്കുളമാണ്, ഇത് നെല്ലിയാമ്പതിയാണ്. അതിൻ്റെ താഴെയാണ് നമ്മളുള്ളത്. കൊല്ലങ്കോട്ടിൻ്റെ ഏറ്റവും വിശാലമായ ഭംഗിയുള്ള സ്ഥലം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ വന്നിട്ടുണ്ടാവും അല്ലേ? 3 കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ദൂരം നമുക്ക് പോകും. പക്ഷേ റോഡ് ഇപ്പോൾ മോശമായി. മുമ്പ് നമ്മൾ അപ്പുറത്തെ ഇനിയിപ്പോൾ നടന്നു തന്നെ കയറണം. ഇനിയിപ്പോൾ ശരിക്കും ഒരു 3/4 മണിക്കൂർ അങ്ങോട്ട് കയറിയാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അത് അപകടമാണ്. അവിടെയാണ് ഈ മരണങ്ങളൊക്കെ, ഈ അപകടത്തിൽ സാഹസം കാണിച്ചിട്ടേ നമുക്കിപ്പോൾ സാഹസം കാണിക്കാൻ വേണ്ട, നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ നമ്മൾ വെള്ളരിമേടിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലെത്തി. ഇവിടെ നിന്നാണ് നമുക്ക് വ്യൂ, ശരിക്കും വെള്ളച്ചാട്ടങ്ങളുടെയൊക്കെ വ്യൂ കാണും. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് നെല്ലിയാമ്പതിയുടെ താഴ്വാരം. അപ്പോൾ അത്രയ്ക്ക് എത്തുന്നത് ഭയങ്കര സാഹസമാണ്. ഇവിടുത്തെ വേറെ വരുമ്പോൾ കണ്ടപ്പോൾ ഒരു കാഴ്ച നമ്മൾ വിഷമിക്കുന്നത്, ധാരാളം വേസ്റ്റ്, പ്ലാസ്റ്റിക് അടക്കമുള്ള വേസ്റ്റുകൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് ധാരാളം. കുപ്പികളിടാൻ ഇത്രയും സൗകര്യം ചെയ്തിട്ടും ആളുകൾ അത് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ കണ്ട അത്രയും അടുത്തുണ്ടായിട്ട് പോലും ഇതുപോലെ ടൂറിസ്റ്റുകൾ വരുന്നവർ ഇതുപോലെ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. വെള്ളരിമേട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് വേറൊരു കാഴ്ച കൂടുണ്ട്. ഞാൻ ആദ്യം ഇവിടെ വരുന്നത് ഗോവിന്ദാമല കയറ്റം എന്നുള്ള മല കയറ്റുന്നത് മുകളിൽ അപ്പുറത്തെ ഒരു മലയാണ്. ആ മലയിലേക്ക് തൈപ്പൂയ സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം ഭക്തർ ഇവിടെ വരും. ആയിരക്കണക്കിന് ആളുകളാണ് വണ്ടികളിലായിട്ട് ഇവിടെ എത്തുക. ഇവിടെ നേരെ മല മുകളിലേക്ക് കയറി പോകുന്നൊരു ദിവസമാണ്. അപ്പോൾ അതിനാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഒന്നും ഈ വെള്ളരിമേട് അത്ര ഫേമസ് ആയി എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇപ്പോഴാണ് വെള്ളച്ചാട്ടവും ആ മലയുടെ വെട്ടിവിട്ട ഭാഗം പോലെ കാണുന്നില്ലേ, അവിടെ വരെ ആൾക്കാർ കയറിപ്പോവും. വനം വകുപ്പുകാർ അവിടെ വടം കെട്ടിയിട്ട് ജനറേറ്റർ ഇറക്കും. അവിടെ കശ്യപ മഹർഷി തപസ്സിരുന്നാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ അവിടെയുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ, ഒപ്പം ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഭക്തരും ധാരാളം കയറുന്നത്. പക്ഷേ അത് വലിയൊരു സാഹസമാണ്. വനം വകുപ്പെല്ലാം തന്നെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് വെള്ളരിമേട് നമുക്ക് കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാഴ്ച. അത് ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം മാസങ്ങളിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക. വെള്ളരിമേട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്രയും ശാന്തസുന്ദരമായി ഒഴുകുന്ന അരുവി. ഇവിടെ നിന്ന് നമുക്ക് കാലിട്ട് കളിക്കാം, കുളിക്കാം, നമുക്ക് രസകരമായിട്ട് എന്ത് വേണമെങ്കിലും ആവാം. മുകളിൽ പോയി അപകടം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നല്ല രസമല്ലേ ഇവിടെ? നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, തണുപ്പുണ്ട്. ഇത് മഹേഷ് കലാലയം, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, നല്ല ക്യാമറമാനാണ്. റിസൾട്ട് ഇതിൽ എവിടെ ക്യാമറ വെച്ചാലും ഒരു നല്ലൊരു ഫ്രെയിമാണ്. അത്രയും പച്ചപ്പ് വിരിച്ചൊരു നാട്, അതാണ് നമുക്ക് അഹങ്കാരമാണ്. ഈ സ്ഥലങ്ങളൊക്കെ നമ്മളുടെ നാട്ടിലാണല്ലോ എന്ന് പറയാൻ തന്നെ അത്ര അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. കൊല്ലങ്കോടിനെ പ്രസിദ്ധമാക്കിയത് ആനന്ദ് മഹീന്ദ്രയാണെങ്കിൽ വെള്ളരിമേടിനെ പ്രസിദ്ധമാക്കിയ ഒരാളുടെ ഇവിടെ വിനീത് എന്നാണ് പേര്. വിനീതാണ് ഫേസ്ബുക്കിൽ വെള്ളരിമേടിൻ്റെ ചിത്രങ്ങളിട്ട് നാട്ടുകാരെ മൊത്തം ഇങ്ങോട്ട് വിളിച്ചത്. ഞങ്ങളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അതിൻ്റെ പേര് തന്നെ തുടങ്ങിയത് വെള്ളരിമേട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് തന്നെ. പക്ഷേ ഇങ്ങനെ ഫോട്ടോസൊക്കെ വരുമ്പോൾ ഇടും, വന്നിട്ടൊക്കെ ഒരിക്കലും വിചാരിച്ചില്ല എത്രത്തോളം അതിപ്പോൾ എന്താ പറയുക, മലയാളികളുടെ ഇടയിൽ എല്ലാവരുടെയും ഇടയിൽ ഇത്രയും വൈറലാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. നമുക്കൊന്ന് കബീറിൻ്റെ കടയിൽ നിന്ന് ചായ കുടിച്ചാലോ? തീർച്ചയായും. അവിടെ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? എന്താ, എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ മലപ്പുറം പെരിന്തൽമണ്ണ ഏലംകുളം. അപ്പോൾ എങ്ങനെ ഇവിടെ വന്ന് ഇങ്ങോട്ട് വരിക പറയുന്നത്
വലിയൊരു സുഖമാണ്. പിന്നെ ഇവിടെ വരിക, ഇങ്ങനെയുള്ള ഓരോ ചായ, ഈ ഒരു അറ്റ്മോസ്ഫിയർ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളരിമേട് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നമുക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെ ഉള്ള സംവിധാനമൊക്കെ ഉണ്ട്. കബീറിൻ്റെ കടയുണ്ട്. കബീർ ഒരു ദിവസം എത്ര പേര് വരുന്നുണ്ട്? ഒരു 100 പേരൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഓപ്പണേഴ്സൊക്കെയാണ് ഇത്തിരി കൂടുതലുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും വരിക, വെള്ളരിമേടും കൊല്ലംകോടൊക്കെ ആസ്വദിക്കുക. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതേപോലെ തിരിച്ചുകൊണ്ട് ഒന്നും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. അപ്പോൾ കൊല്ലംകോട് നിന്ന് കാശാംകുറിച്ചി അമ്പലത്തിൻ്റെ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് വെള്ളരിമേട് എത്താം. വെള്ളച്ചാട്ടം കാണാം. അവിടെ കുളിക്കാൻ കാല് കഴുകേണ്ട കാല് കഴുകാം, മോൻ കഴുകേണ്ട മോൻ കഴുകാം. ആസ്വദിച്ച് പോവാം.